കേരളത്തിൽ റമദാൻ വ്രതം എന്നാരംഭിക്കുമെന്ന് ഇന്നറിയാം. ഇസ്ലാം മതവിശ്വാസികൾ വ്രതശുദ്ധിയുടെ നാളുകളിലേക്ക് കടക്കുകയാണ്. മാസപ്പിറവിക്കായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. പള്ളികളിലും വീടുകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. പുണ്യമാസത്തെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്ന സമയം. നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ട മാസമാണിതെന്ന് സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി. മുസ്ലിം എല്ലാ അർത്ഥത്തിലും മനസ്സ് കഴുകി ഹൃദയം സംസ്കരിച്ച് സൃഷ്ടാവായ അള്ളാഹുലേക്ക് സർവസ്വം സമർപ്പിച്ച് അവൻ്റെയും കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന പരിശുദ്ധമായ മാസമാണ് പരിശുദ്ധമായ റംളാൻ. മലപ്പുറം മഅദിൻ അക്കാദമിയിലെ ഗ്രാൻഡ് മസ്ജിദ് നവീകരണം പൂർത്തിയാക്കി. മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് മുമ്പത്തേക്കാൾ ഗ്രാൻഡാക്കുന്നതിന് ധാരാളം പദ്ധതികൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് വളരെ ഫ്രണ്ട്ലിയായി, വീൽ ചെയർ ഫ്രണ്ട്ലിയായിട്ട് മാത്രമല്ല, നോമ്പ് തുറക്ക് പള്ളിയോട് തൊട്ട് ചേർന്ന് തന്നെ വിശാലമായ സംവിധാനങ്ങൾ, നോമ്പുതുറയും ഉത്ബോധന പ്രഭാഷണങ്ങളും എല്ലാം ഗ്രാൻഡാക്കുക എന്നാണ് ഇത്തവണത്തെ ഞങ്ങളുടെ പരമപ്രധാന ലക്ഷ്യം. 30 ദിന പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹ നോമ്പുതുറകൾ, പ്രഭാഷണങ്ങൾ, പണ്ഡിതരുടെ ക്ലാസുകളുമായി ഒരു മാസം ഇനി പ്രാർത്ഥനാരാപ്പകലുകൾ. 24 മലപ്പുറം.